ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഈ ചൂട് കാലത്ത് നമ്മുടെ മനസ്സും ശരീരവും തണുപ്പിക്കാനും ക്ഷീണം മാറാനും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക്. ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഈ ചൂട് കാലത്ത് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നത്, ആർക്കും ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാനും പറ്റും. ഇത് ഉണ്ടാക്കാനായിട്ട് 2 സപ്പോട്ട എടുത്തിട്ടുണ്ട്. സപ്പോട്ട ഇതുപോലെ മുറിച്ച് അതിൻ്റെ ഉള്ളിലുള്ള പൾപ്പ് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത്, ഒരു 6 ബദാം തൊലി കളഞ്ഞ് ഇതിലേക്ക് ചേർത്ത്, കുറച്ച് നിലക്കടല വറുത്ത് തൊലി കളഞ്ഞതും ചേർത്ത് ഒന്നത് അടിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് തിളപ്പിച്ച് ഫ്രീസറിൽ വെച്ച് കട്ടയായ പാല് ചേർത്ത് കൊടുക്കണം. 1.5 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കട്ടയായ പാല്. 1.5 ടേബിൾ സ്പൂൺ ഹോർലിക്സ് പൊടി, 1 ടീസ്പൂൺ ശർക്കരപ്പൊടിക്ക് പകരം ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുക. ഈന്തപ്പഴവും ശർക്കരപ്പൊടിയും വേണ്ടാത്തവർ ഒന്നും ചേർക്കാതെ അടിച്ചെടുത്താൽ മതി. ഇതിലേക്ക് 4-5 ചെറിയും കൂടെ ചേർത്ത് നല്ലപോലെ അടിച്ചെടുക്കണം. അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്ത്, കുറച്ച് 1/4 ഭാഗം ഒഴിച്ചു കൊടുത്ത ശേഷം കുറച്ച് തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ സൈഡിലായി. ഇനി ബാക്കി അടിച്ചെടുത്ത ചിക്കു ഷേക്ക് കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ കഴിക്കാം. ഞാൻ ഇതിൻ്റെ മുകളിലായി കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഗ്ലാസിൻ്റെ സൈഡിലായി 2 ചെറി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ച് കപ്പലണ്ടിയും ബദാമും മുന്തിരിയും കൂടെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുത്താൽ ഇത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ചിക്കു ഷേക്ക് റെഡിയായി. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ രുചി അറിയണം. താങ്ക് യു.